ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മന്തി ആണ്. അതിലേക്ക് 1 കിലോ ചിക്കൻ പരത്തി വയ്ക്കുക. 1 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തുള്ളത്. അതിലേക്ക് ഞാൻ 3 മാഗി ക്യൂബ് പൊടിച്ചിടുന്നുണ്ട്. 3 എടുത്തിട്ടുണ്ട് 1 കിലോ ചിക്കനിലേക്ക്. പിന്നെ മുഴുവനായുള്ള കുരുമുളക് മുഴുവനായുള്ള കുരുമുളക്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ ഏലക്കായ, ഒരു ഉണക്കനാരങ്ങ, പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ഇടുക. നമുക്ക് നന്നായി തിരുമ്പി ചേർത്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു 3/4 ടീസ്പൂൺ അല്ല 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് കൂട്ടി തിരുമ്പി ഇതിലേക്ക് ചെറുതായി നുറുക്കിയ ക്യാപ്സിക്കം, ഒരു വലിയ ക്യാപ്സിക്കം, പിന്നെ 2 ടീസ്പൂണ് പുതിനയില, 2 ടീസ്പൂണ് മല്ലിയില. ഞങ്ങൾ സാധാരണ മന്തിയിൽ സബോള ഒന്നും ചേർക്കില്ല, തക്കാളിയൊന്നും. പക്ഷെ ഞങ്ങൾ ഒരു പ്രാവശ്യം സബോളയും തക്കാളിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയപ്പോൾ നല്ല രസമുണ്ട്. അത് കാരണം ഞങ്ങൾ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞങ്ങൾ ഒരു സബോള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, വലിയ തക്കാളി. അത് കൂട്ടി തിരുമ്പിയിട്ടാണ് ഞങ്ങൾ ഇറച്ചി വേവിക്കാൻ എന്നിട്ട് ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യുക. 1 മണിക്കൂറോ 2 മണിക്കൂറോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിൽ. എന്നിട്ട് നമുക്ക് ഇതുണ്ടാക്കാം. 2 മണിക്കൂർ വെച്ചാലും നല്ലതാണ്. സമയമില്ലെങ്കിൽ 1 മണിക്കൂർ വെച്ചാൽ മതി. ഉപ്പ് പോരെങ്കിൽ 3 മാഗി ക്യൂബ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പ് പോരെങ്കിൽ 1 മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുക. അതിപ്പോൾ അതാ ഇത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. നമുക്കത് അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വെച്ച് കോഴി മറിച്ചിട്ട് മൊരിപ്പിക്കുക. അതിലിട്ട് വേവുന്ന വരെ ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇനി അത് വെന്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചോറ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. 1 ഉണക്കനാരങ്ങ, 4 കരയാമ്പൂവ്, 4 കഷ്ണം പട്ട, പിന്നെ 6 ഏലക്ക, പിന്നെ സൺഫ്ലവർ ഓയിൽ 2 ടീസ്പൂൺ വെച്ച് കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പിടുമ്പോൾ വെള്ളത്തിന് വേണ്ടി മേലെ നിൽക്കണം. നല്ല അരി ഇടുമ്പോൾ പാകാവുള്ളൂ.
കുറച്ച് വെള്ളത്തിൽ പാകത്തിനെക്കാട്ടിയും കുറച്ച് ഉപ്പ് കൂടുതൽ വേണം. അരിയിട്ട പാകമാവും. അങ്ങനെ നമുക്കിത് തിളച്ച് വരട്ടെ. ഇളക്കിയിട്ട് വെള്ളം തിളക്കുന്ന വരെ നമുക്ക് മൂടി വയ്ക്കാം. തോനെ വെള്ളത്തിൽ വേണം അരി വേവിക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ഒരു 800 ഗ്രാം അരി എടുത്തിട്ടുണ്ട്. 800 ഗ്രാം അരി എടുത്തിട്ടുണ്ട്. അത് മണിക്കൂർ നേരം കുതിർത്തി വാരാൻ വെച്ചതാണ്. ഓട്ടപാത്രത്തിൽ വാരാൻ വെച്ചതാണ്. 1 മണിക്കൂർ കുതിരാൻ വെക്കണ്ടുള്ളൂ. അല്ല, മന്തി റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടയിൽ നിന്ന് കിട്ടും. അത് 800 ഗ്രാമാണത്. ഇപ്പം ഇറച്ചി നമ്മൾ ഒരു ഭാഗം വെന്തുണ്ട്. ഇനിയൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. 10 മിനിറ്റ് നേരം വീണ്ടും മൂടി വെച്ച് വേവിക്കുക. തീ ആദ്യം ഹൈ ഫ്ലെയിമിൽ തീ വെച്ച് വേവിക്കുക. അതിന് ശേഷം മറിച്ചിട്ടതിന് ശേഷം തീയൊന്ന് കുറച്ചിട്ട് പിന്നെ വേവിക്കുക 10 മിനിറ്റ് നേരം. ഇപ്പോൾ വെള്ളം തിളച്ച് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഒന്ന് വേവട്ടെ. നല്ലോണം വേവണ്ട, ഒരു 3/4 ഭാഗം ഒക്കെ വെന്താൽ മതി. മുറ്റി മാറ്റുക. ചോറ് ഒഴിക്കുമ്പോൾ അതിന് മേലെ ഒഴിക്കാനാണ്. ചോറ് വെന്തുണ്ട്. അതിന് നമ്മൾ ഒരു പാത്രത്തിൽ ചൂറ്റി വയ്ക്കുകയാണ്. ചൂറ്റി വെച്ചിട്ട് കട്ട് ചെയ്യാം. അത് ചോറ് ഊറ്റിയിട്ട് കൊട്ടയിലേക്ക് വയ്ക്കുക. ചോറ് ഇതിൽ ഊരിയിടാം. നമുക്കതൊരു ഭംഗിക്കായിട്ട് കുറച്ച് കളറ് ചേർക്കാം. ഫുഡ് കളറ് കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് കുറച്ച് അത് വെച്ച് കൊടുക്കാം. ഒരു മഞ്ഞ കളറ് കിട്ടാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചോറും കൂടി ഇതിൽ നിരത്താം. ഒരു മഞ്ഞ കളർ ചേർക്കാം. ചുവപ്പ് കളർ ചേർക്കാം. നമ്മൾ മുക്കി വെച്ചുള്ള ഇറച്ചിയിൽ നിന്ന് മുക്കി വെച്ച ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ട്, ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ പൊതിഞ്ഞിട്ട് ആവി പോവാത്ത രീതിയിൽ ഒഴിച്ച് അടച്ചു വെച്ചിട്ട് ചെറുതീയിൽ വേവിക്കുക. ഇതിലിപ്പോൾ ഫോയിൽ പേപ്പർ ഇല്ലാത്ത കാരണം ഞാൻ ഇപ്പോൾ ഈ മൂടി കൊണ്ടാണ് അടച്ചു വെച്ചത്. ആവി പുറത്ത് പോകാണ്ട് വേവിച്ചെടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാത്രത്തിൽ
ഒരു കഷ്ണം കരിക്കട്ട ഇട്ട് കത്തിച്ചിട്ട് വെച്ചിട്ട് അതിൽ ഓയിൽ വെച്ചെടുത്തിട്ട് പുക കൊള്ളിക്കുക. ഇത് അടച്ചതിനായിട്ട് മുമ്പ് അതിന് താത്തി വെച്ചിട്ട് ആ പുക വെച്ചിട്ട് മൂടി വയ്ക്കുക. ഞങ്ങളിപ്പോൾ അത് ചെയ്യണില്ല. ബാക്കി ഇതായിട്ട് കാണാം. ഇറച്ചിയൊക്കെ ഇവിടെ മന്തി റെഡിയായി. ഞാൻ ഇറച്ചിയൊക്കെ ഒന്നും കൊണ്ട് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. ഇറച്ചി കൊണ്ട് വരുന്നതാണ്. നമ്മുടെ മന്തി ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.